ഈ ചർച്ചാട്ടോ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ചർച്ചിലാണ്. ഇതൊരു ചർച്ചാണ് കേട്ടോ. വേൾഡിലെ അല്ല കാനഡയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. മേൽഭാഗം കണ്ടില്ലേ, ഡോം സഹിതം വെച്ചിട്ടുണ്ട് ഇവർ. അത് ഈ കാനഡയിൽ തന്നെ ഒരു ഏറ്റവും ഉയരം കൂടിയൊരു പള്ളിക്ക് ഈ പള്ളിയിലോട്ട് കയറണമെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കയറണം. നമ്മൾ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് $5 ഒരു ദിവസത്തേക്ക് ചാർജ്. ഒരു ദിവസത്തേക്കല്ല, ആ ഒരു സമയത്തേക്ക് നമ്മളത് പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് പള്ളിയുടെ ഉള്ളിലോട്ട് അടുത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇത്. വഴി നമ്മൾ കയറി പള്ളിയുടെ അടുത്തേക്ക് എത്തും. ഒരു മലയുടെ മുകളിൽ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. അതാണ്ടില്ലേ, അടിപൊളിയായിട്ട് 1904 ചെറിയൊരു ചാപ്പലായിട്ട് തുടങ്ങിയ ഒരു പള്ളിയാണ് ഇന്ന് ഈ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത് കേട്ടോ. RC പള്ളിയാണ്, റോമൻ കാത്തലിക് ചർച്ചാണ്. കാനഡയിലെ ഏറ്റവും ഉയരം കൂടിയ റോമൻ കാത്തലിക് ചർച്ച്, കാനഡയിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചാണിത്. വാവ്, നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. ഇതാണ്ടില്ലേ, അടിപൊളിയാണ്. ഇതാ ഇവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഡയറക്ഷനൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ മനോഹരമായ റോമൻ കാത്തലിക് ചർച്ച്, ഏറ്റവും ഉയരം കൂടിയത്. നമുക്ക് ഇതിൻ്റെ അടുത്തേക്കും അകത്തേക്കൊക്കെ പോകാം. ഇതിന് ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ പള്ളി നിർമ്മിച്ച അച്ഛൻ്റെ ആ ഒരു ശവകുടീരം അവരിപ്പോഴും അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ പെടുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ പള്ളി. ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് വണ്ടികളും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാനഡയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ചർച്ചാണ് RCAC, റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. താണ്ടില്ലേ, അടിപൊളി. ഏറ്റവും ടോപ്പിലൊരു കുരിശാണ് ഇരിക്കുന്നത്. അതിമനോഹരമായ ഒരു പഴയ പള്ളിയാണ്. 1904 സ്ഥാപിതമായിട്ടുള്ള പള്ളി. പലവിധ പൊളിച്ചുപണി അടിച്ചുപണിയിലൂടെ ഇന്ന് ഈ ലുക്കിലായിട്ട് എത്തിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാണ്ടല്ലേ പാർക്കിങ്ങിലോട്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇതൊക്കെ ബസ്സിന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം കൊടുത്തിരിക്കുന്ന സ്പേസാണ് കേട്ടോ. ഒരു ഹില്ല്, ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഈ പള്ളി നിൽക്കുന്നത്. ഇതാണ്ടില്ലേ, നമുക്ക് പള്ളിയുടെ അകംഭാഗവും അതുപോലെ പള്ളിയുടെ ഉൾഭാഗവും താഴ്ഭാഗവും ഒക്കെ അതിൻ്റെ അകത്ത് കയറി കാണാം. നൈസ്. ഇവിടുത്തെ ഓരോ പേരുകൾ പൊതുവേ ഒരു ഫ്രഞ്ച് പ്രാതിനിധ്യം ഉള്ള സ്ഥലമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളും ചർച്ചിൻ്റെ പേരുകളൊക്കെ ഇച്ചിരി ഫ്രഞ്ചും ഇംഗ്ലീഷൊക്കെ കലർന്ന രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകളൊക്കെ പറയൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ പള്ളിയുടെ പേര് സെയിൻറ്റ് ജോസഫ് ഒറാട്രി ഓഫ് മൗണ്ട് റോയൽ എന്നാട്ടോ ഈ ചർച്ചിൻ്റെ പേര്. ഇത് ഒരു ക്യൂബക്ക്, ഒരു ഫ്രഞ്ച് കലർന്ന ഒരു ടേമാണ്. കാരണം ഇത് ക്യൂബക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകളിൽ ഒരു ഫ്രഞ്ച് ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ചിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഇവിടുത്തെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് സ്ഥാപിതം കണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് പോയിരിക്കുന്ന കണ്ടോ, ഈ ടോപ്പ്, ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. നമ്മൾ ഏകദേശം ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതിന് ബേസ്മെൻ്റ് ഉണ്ട്, നമുക്ക് ബേസ്മെൻറ്റോടെ പോയി കാണാം. നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ട് കയറിയ കേട്ടോ. സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റിലെ ഫ്രഞ്ചിലല്ല എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇതെന്താന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ജീസസ് ടെമ്പിൾ, ജീസസ് ക്രൈസ്റ്റ് ടെമ്പിളിലുണ്ടായിരിക്കുന്ന ഒരു രംഗത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ചെറുപ്പകാലത്തെ ആ ഒരു മരപ്പണിയും കാര്യങ്ങളും, അതുപോലെ തന്നെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന വർക്ക് അടിപൊളിയാണ് കേട്ടോ. ജീവനുള്ള പോലെ നമുക്ക് തോന്നും. അതുപോലെ ആ വർക്ക് കേട്ടോ, ഭയങ്കര റിയാലിറ്റിയാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും ആ മരവും. ഇതൊരു നല്ല സംഭവമാണ് കേട്ടോ. വെൻഡിങ് മെഷീൻ പോലെ നമുക്ക് ഇതാണ്ടില്ലേ, ഓരോ കോയിൻ്റെ രൂപത്തിൽ ഈ സെയിൻറ്റ് ജോസഫിൻ്റെ രൂപത്തിലുള്ള കോയിൻസ്, ആ ചർച്ചിൻ്റെ പടമുള്ള കോയിൻസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. വെൻഡിങ് മെഷീനിൽ $4 ഇട്ട് കഴിഞ്ഞാൽ, $3 ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കോയിൻ ഇവിടെ ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ചർച്ചിൻ്റെ പടമൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഇതിന് വേണ്ടിയിട്ട് $4.
ഈ ഒരു ചർച്ച് അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടുമാണ്. കാനഡയിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ചർച്ചുമാണ്. അപ്പോൾ ആ ഒരു ചർച്ചിൽ മൊത്തം എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചിരിക്കുക കേട്ടോ. ചാപ്പലുണ്ട്, ബെസ്ലിക്ക, മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് മ്യൂസിയം, ഗിഫ്റ്റ് ഷോപ്പ്, കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, മീറ്റിംഗ് ഹാൾസ്, അങ്ങനെ ഗാർഡൻ ഓഫ് ദ വേ ഓഫ് ദ ക്രോസ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ടോംബ്, സെയിൻറ്റ് ബ്രദർ ആൻഡ്രേ എന്ന് പറഞ്ഞ ആളുടെ ടോംബ്, ആളാണ് ഇത് ആദ്യമായിട്ട് ഇവിടെ ചാപ്പൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് ഈ കോയിൻ എങ്ങനെ എടുക്കുന്നതെന്ന് കൂടെ നോക്കാം കേട്ടോ. അതായത് നമുക്ക് സാധാരണ ഇവിടെ ഷോപ്പുണ്ട്, ഷോപ്പിൽ നിന്നും ബൈ ചെയ്യാം. അതുപോലെ നമ്മൾ ഈ വെൻഡിങ് മെഷീൻസ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ചർച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ കോയിൻസ് കൊടുക്കുന്ന ഒരു വെൻഡിങ് മെഷീൻ ചർച്ചുകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഒരു കോയിൻസിൽ കണ്ടില്ലേ ആ ഒരു പടം, ആ ഒരു ചർച്ചിൻ്റെ പടം വെച്ചിട്ടുള്ള ഒരു അടിപൊളി കോയിൻ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് നേരിട്ട് കടയിൽ നിന്ന് മേടിക്കാം, ഇവിടെ ഷോപ്പുണ്ട്. അല്ലാതെ വെൻഡിങ് മെഷീൻ വഴി എടുക്കാം. നമുക്ക് ഈ വെൻഡിങ് മെഷീൻ വഴി ഇവിടെ കൊടുത്തിരിക്കുന്ന $4 ഈ ഒരു ഹോളിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ കോയിൻ നമുക്ക് ഇതിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കുട്ടി നമുക്ക് ആ ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് ഇത് എടുക്കുന്ന കാണാം കേട്ടോ. ആദ്യം കോയിൻ ഇടുകയാണ്. അപ്പം ഏതാ വരുന്നതെന്ന് നോക്കുകയാണ്. ആൾക്ക് കിട്ടി. അപ്പോൾ അടിപൊളി. ദേ പയ്യൻ രണ്ടാമത്തും എടുക്കാൻ പോവാണ് കോയിൻ ഇട്ടിട്ട്. സോ ഇതാണ് കേട്ടോ കോയിൻ, നമുക്ക് കാണാം. ഇതാണില്ലേ, എത്ര ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടക്കണമെന്ന് നോക്ക്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം എന്തായാലും. അനുഷ അതിനകത്ത് നിന്ന് കോയിൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ആദ്യം $1, $2 ഇട്ടു, ഒന്നോടെ ഇട്ടു $3, ഒന്നോടെ ഇട്ടു $4. അടിപൊളി, നമുക്ക് കിട്ടിയിരിക്കുക കേട്ടോ. അങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഒരു രൂപം, ഈ ഒരു സെൻറ്റ് ജോസഫിൻ്റെ രൂപം, അതുപോലെ തന്നെ ആ ചർച്ചിൻ്റെ പടം, ഈ കൊടുത്തിരിക്കുന്ന രൂപം അടങ്ങിയ കോയിൻ നമുക്ക് അങ്ങനെ വെൻഡിങ് മെഷീൻ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമുക്കങ്ങനെ ചർച്ചിൻ്റെ കോയിൻ കിട്ടിയിരിക്കുകയായിട്ട്. എത്ര രസമാണെന്ന് നോക്കി, എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് കടന്നു പോകാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ടു പോകാം. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാനുള്ള കോഫി ഷോപ്പും എല്ലാം ഈ ചർച്ചിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് നല്ല അടിപൊളി ഒരു കോഫി ഷോപ്പ് കാര്യങ്ങളും ആൾക്കാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇദ്ദേഹമാണ് കേട്ടോ സെയിൻറ്റ് ആൻഡ്രേ എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹമാണ്, ഈ അച്ഛനാണ് ആദ്യമായിട്ട് ഇവിടെ ചാപ്പൽ 1904 തുടങ്ങുകയും ഈ സ്ഥാപനത്തിന് ഒരു തുടക്കം കുറിച്ച ആളുമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഷോപ്പ് വളരെ അടിപൊളിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. എല്ലാവിധ ക്രിസ്ത്യൻ മിഷണറി ചർച്ച് റിലേറ്റഡ് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മളിപ്പം ബൈ ദ കോയിൻസ് പോലും ഇവിടെ ഉണ്ട്. ഒരുപാട് കൊന്തകളുണ്ട് കേട്ടോ. $29, $30 കേട്ടോ. ഒരു കൊന്തയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 1800 മുതൽ 2000 രൂപ വരെ കേട്ടോ. അടിപൊളിയായിട്ട് ഒരുപാട്. ഇത് ചെറിയൊരു കുപ്പിയൊക്കെ, ചെറിയ ബോട്ടിൽ കണ്ടോ. ബോട്ടിലും ചെറിയ രീതിക്ക് നല്ല കണ്ടില്ലേ, ബോട്ടിലുകളൊക്കെ അതുപോലെ അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ, കൊന്ത. ഇത് നമ്മുടെ നാട്ടിൽ പണ്ടുള്ള മുട്ടക്കൊന്ത എന്ന് പറഞ്ഞ ഐറ്റംസ് കേട്ടോ. $3 കൊള്ളാം. ചെറിയ റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ മണി, പേഴ്സ് എല്ലാം ഉണ്ട്. മാതാവിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്, നമ്മൾ കാറിലൊക്കെ വയ്ക്കുന്ന ടൈപ്പ്. കൊള്ളാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് അവർ ജ്വല്ലറി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് മോതിരവും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ, വളരെ മനോഹരമായിട്ടാണ് അവർ ആ സ്റ്റോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ATM മെഷീൻ ഉണ്ട്. ക്യാഷ് എടുക്കേണ്ടവർക്ക് ക്യാഷായിട്ട് എടുക്കാം. ഉണ്ണീച്ച സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കൊന്ത, മാല, വള,
നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. ബസിലിക്ക. അതാ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാടില്ലേ, താഴോട്ട് വരാനും എല്ലാത്തിനും എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയുടെ ഒരു മോഡലാന്ന് തോന്നുന്നു അവിടെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവരെ വർക്കൊക്കെ അടിപൊളിയായിട്ടോ, നല്ല റിയാലിറ്റിയാണ് നിൽക്കുന്നത്. മേലെയാണ് കേട്ടോ ചർച്ച കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇതാ നമ്മൾ ആ ചർച്ചിൻ്റെ ചാപ്പലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. ചർച്ചിൻ്റെ മേൽഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ആ ചാപ്പൽ അതിസുന്ദരമായിട്ടുള്ള ഒരു ചാപ്പലാണ് കേട്ടോ. അതിൻ്റെ ഹൈറ്റ് തന്നെ നോക്കി കണ്ടാൽ അറിയാം, ഭയങ്കര വലുപ്പത്തിലാണ് കേട്ടോ. കാനഡയിൽ തന്നെ ലാർജസ്റ്റ് ചർച്ചാണ് കേട്ടോ, ഏറ്റവും വലിയ ചർച്ചാണ്, ഏറ്റവും ടോളസ്റ്റ് ചർച്ചാണ്. അപ്പോൾ ഒരുപാട് സന്ദർശകരും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചർച്ചിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്, ചർച്ച് വിസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. ഭയങ്കര ഫേമസ് ചർച്ചാട്ടോ. ഈ ചർച്ചിന് ചെറിയൊരു ചരിത്രം കൂടെയുണ്ട്. ഒരുപാട് പേര് കണ്ടില്ല അകത്തുനിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്കുള്ള സീറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റും ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു പള്ളി കണ്ടിരുന്നു. അത്രയും ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള പള്ളിയാണ്. ബാക്ക് സൈഡിൽ ഒരു 4-5 നേരം അവർ എക്സ്ട്രാ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റീൽ ചെയർ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന കൂട്ട് സ്റ്റീൽ ചെയറും, ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ നമ്മളിവിടുത്തെ പള്ളികളിൽ കാണുന്നത് പോലെയുള്ള ആ ഒരു മരത്തിൻ്റെ ഒരു ബെഞ്ചുമാണ് കേട്ടോ ഉള്ളത്. മൊത്തത്തിൽ നല്ല രസകരമായിട്ട് ഒരേ ലൈനിൽ 3-4 സെക്ഷനായിട്ട് അവർ അടുക്കി വെച്ചിരിക്കുകയാണ്. പള്ളിയും പള്ളിയുടെ ആൾക്കാരെയും ചാപ്പലും ഭാഗങ്ങളെല്ലാം കാണാൻ വേണ്ടി ഭയങ്കര രസകരമായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കണേ. അതിൻ്റെ മേൽഭാഗത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, താഴത്തെ ഈ ഒരു ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ സൗകര്യം. ഈ ഒരു പള്ളിക്ക് 2 ചാപ്പലുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിലൊരു ചാപ്പലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അധികം സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് തൊട്ട് പുറകിലും അതുപോലെ തൊട്ട് സൈഡിലും 2 ചാപ്പലുകളുണ്ട്. പിന്നെ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നി വേറൊരു കാഴ്ച ഇത് കണ്ടില്ലേ, കുരിശിൻ്റെ വഴി. സാധാരണ പള്ളികളിൽ ഒരുപാട് പിക്ചറുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിടും, അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് കുരിശിൻ്റെ വഴിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരിത് ബിൽഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ കണ്ടില്ല, നല്ല റിയാലിറ്റി ആയിട്ട് ഉണ്ടാക്കി നല്ല ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ കുരിശിൻ്റെ വഴി. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല ജീവനുള്ള പിക്ചർ പോലെ, നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്ന പോലെ തോന്നുന്ന രീതിക്കുള്ള കുരിശിൻ്റെ വഴിയിലുള്ള നല്ലൊരു മനോഹരമായിട്ടും ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ഒരു ചാപ്പലിൽ കണ്ടു, ഈ ഒരു പള്ളി കണ്ടു. അതിമനോഹരമായിരുന്നു. ഈ ഒരു പള്ളിയുടെ സ്ഥാപകൻ എന്ന് പറയുന്ന ആൾ തന്നെയായിട്ടോ ഇതിനൊക്കെ ഒരുപാട് കാരണക്കാരെന്ന് പറയാം. 1904 ഈ ചർച്ച് ഒരു ചെറിയ ചാപ്പലായിട്ട് സ്ഥാപിതമാകുന്നതും ബ്രദർ ആന്ദ്രേ എന്ന് പറഞ്ഞ ഒരു വൈദികനായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം 1937 91 വയസ്സിൽ മരണമടയുകയുണ്ടായിട്ടോ. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോഴും ഈ ഒരു ചാപ്പലിൽ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവ്യമായ ഒരു ഇതായിട്ട് ഇവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, റെലിക്വറി എന്ന് പറഞ്ഞ ഒരു ഇതിൽ ഇട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നറാണ്, അതായത് നമ്മൾ ഈ ഹോളി ഒബ്ജക്ട്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് ചാപ്പലിലുള്ളത്. റെലിക്വറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ആ ഒരു ഇതിൽ ആ ഒരു അച്ഛൻ്റെ ഹൃദയം ഇപ്പോഴും ഇവരോട് സൂക്ഷിച്ചിട്ടുണ്ട്. ബാക്കി അച്ഛൻ്റെ ഭൗതിക ശരീരം ഈ ഒരു ചാപ്പലിൻ്റെ താഴെ ഒരു ബേസ്മെൻ്റ് ഉണ്ട്. ആ ബേസ്മെൻറ്റിലൊരു മാതാവിൻ്റെ രൂപവും കാര്യങ്ങളും ഒരുപാട് ക്യാൻഡിൽസും ലൈറ്റും ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിലുണ്ട്. ബേസ്മെൻറ്റിൽ നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു ബേസ്മെൻറ്റിൽ അച്ഛൻ്റെ ഭൗതിക ശരീരവും ഹൃദയം ഈ ചാപ്പലിൽ സൂക്ഷിച്ചേക്കണം കേട്ടോ. ഈ ഒരു ചാപ്പലിൻ്റെ സൈഡിൽ തന്നെ കണ്ടില്ല വേറൊരു ചെറിയൊരു ചാപ്പൽ രീതിയായിട്ട് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ചാപ്പലിലുള്ളത്. അതുപോലെ നമ്മൾ പറഞ്ഞ ആ വൈദികൻ, ഈ ഒരു ചർച്ചിൻ്റെ സ്ഥാപകനും കൂടിയായ ആ ഒരു വൈദികൻ, ആ ഒരു സെൻറ്റ് ആൻഡ്രേ എന്ന് പറഞ്ഞ വൈദികൻ 1937 മരണമടയുകയുണ്ടായെങ്കിലും 1958 ഈ ഒരു ടൗൺ, ഈ ഒരു ചർച്ച് നിൽക്കുന്ന ടൗണിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഭേദകമായിട്ടുള്ള ഒരു അത്ഭുതം നടക്കുകയുണ്ടായി. അതാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ കാരണമായിട്ടുള്ള പ്രധാന സംഭവമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. ആ ഒരു സംഭവത്തിൻ്റെ ബേസിക്കൽ 1980കളിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനായിട്ടുള്ള കാരണമായത് കേട്ടോ. ആ ഒരു 1958 അദ്ദേഹത്തിൻ്റെ ക്യാൻസർ മാറിയ ആ ഒരു അത്ഭുത പ്രവൃത്തിയാണ് കേട്ടോ അദ്ദേഹത്തെ ആ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള കാരണം. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതും ഇന്നും ആ ഒരു ഹൃദയത്തിലൂടെ ആ ഒരു ചാപ്പലിൽ ആ ഒരു അച്ഛൻ്റെ മരിച്ച 1937 നമ്മളെ വിട്ടുപിരിഞ്ഞ ആ ഒരു വൈദികൻ്റെ
ഭൗതിക ശരീരം ഇതിൻ്റെ ബേസ്മെൻറ്റിലും ആ ഒരു ഹൃദയം ഇപ്പോഴും അവർ ആ ചാപ്പലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു അത്ഭുത കാര്യമായിട്ട് അത് ഇന്നും ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏകദേശം 10 ലക്ഷത്തിലധികം പേര് ഒരു വർഷം ഈ ഒരു ഭൗതിക ശരീരം അല്ലെങ്കിൽ ഈ ഒരു വിശുദ്ധമായ സ്ഥലത്ത് സന്ദർശിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് രസകരമായ കാഴ്ചകളാണ്. എന്താ നമ്മളതിൻ്റെ ബേസ്മെൻറ്റും കൂടെ കാണാൻ വേണ്ടി പുറത്തേക്കും കൂടെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ കണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ മേലേ നിന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, അവർ ഏത് വഴിയാണ് പോരുന്നതെന്ന് അറിയത്തില്ല. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ മേലേ നിന്ന് നമുക്ക് താഴോട്ടുള്ള വഴികൾ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് ലോക്ക്ഡാണ്, വഴി ഇതല്ല, വേറെ ഏതോ ഒരു വഴിയുണ്ട്, സൈഡിൽ കൂടെയാണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കാം. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ചർച്ചിൻ്റെ ബേസ്മെൻറ്റിലോട്ടാട്ടോ. ഭയങ്കര അതിസാഹസികമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ബേസ്മെൻറ്റിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എലിവേറ്റർ കയറി നമുക്ക് ബേസ്മെൻറ്റിലോട്ട് പോകാം. താഴെ അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്കത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരുപാട് കാര്യങ്ങൾ ഇവർ ഫ്രഞ്ചിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എഴുതിയത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതിസാഹസികമായിട്ടുള്ള ഇതിൻ്റെ പുറത്തൊരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്ന് കുറേ പേര് ഓടി വരുന്നുണ്ട്, എന്തോ ഓട്ടക്കാരാന്ന് തോന്നുന്നു. ഇതാ കുറേ പേര് ഓടി വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മളത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എത്തിയിരിക്കുക കേട്ടോ. വാവ്, നൈസ്. ഇതാ ഒരു വള്ളത്തിൻ്റെ ആകൃതിയിൽ നിറച്ച ആൾക്കാർ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. നമുക്കത് എന്നാന്നൊന്ന് വായിച്ചു നോക്കാം. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നമുക്കിത് എന്താ സംഭവം കൂടെ നോക്കാം. അടിപൊളി കാറ്റൊക്കെയാണ്. ഇത് അതിമനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അടിപൊളി സംഭവം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു ഫ്രഞ്ചിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇതാകണ്ടില്ലേ സിറ്റി ഓഫ് മോൺട്രിയാൽ. നമ്മൾ മോൺട്രിയാലിൻ്റെ ഒരു ഭംഗി പള്ളിയുടെ ആ ഒരു മടിത്തട്ടിൽ നിന്ന് അനുഭവിച്ചറിയാം കേട്ടോ. അല്ല അടിപൊളിയായിട്ട് പള്ളിയുടെ ആ ഒരു ബാൽക്കണിയിൽ പള്ളിയുടെ മുകൾ തട്ടിൽ നിന്ന് നമ്മൾ മോൺട്രിയാൽ സിറ്റി, നമ്മൾ ഓൾ കാനഡ എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റ് വരില്ല. അതുപോലെ നമുക്ക് വളരെ വ്യക്തമായിട്ട് സുന്ദരമായിട്ട് മോൺട്രിയാലിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ഇതാകണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ ആ ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായ പള്ളിയുടെ ആ ഒരു സൈഡാണ് ഇതാണ്ടില്ലേ. അതിമനോഹരമായ പള്ളിയുടെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് മോൺട്രിയാൽ ടൗൺ ഫുള്ള് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്കിനി കാണാനുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് കാണാനുണ്ട് കേട്ടോ. നമ്മളിത് കാണാൻ വേണ്ടി പോവുകയാണ്. ബേസ്മെൻറ്റിൽ നമ്മളിപ്പോൾ കണ്ടത് ചർച്ചിൻ്റെ ഉള്ളും കണ്ടു, അൾത്താര കാര്യങ്ങൾ എല്ലാം കണ്ടു നമ്മൾ. അതുപോലെ ഈ ബേസ്മെൻറ്റിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ബേസ്മെൻറ്റിലും കൂടെ കയറിയിട്ട് എന്താണ് അവിടുത്തെ ആ ഒരു രസം, ബേസ്മെൻറ്റിൻ്റെ ആ ഒരു രസകരമായ കാര്യങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഇതാ പള്ളി കണ്ടില്ലേ, ഇതാട്ടോ പള്ളിയുടെ ഒരു സൈഡ്. നമ്മളകത്തുനിന്ന് തുറക്കാൻ നോക്കിയ ഒരു ഡോറിൻ്റെ ഒരു സൈഡ് ഇതാട്ടോ. നമുക്കതിൻ്റെ മേളിലോട്ട് കയറാൻ കുറേ സ്റ്റെപ്പ് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായിട്ട് ഇതാണ്ടില്ലേ ആ മോൺട്രിയാൽ ടൗൺ ഫുള്ള് നമുക്ക് കാണാം. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടില്ലേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് കയറി ഇതിൻ്റെ അടുത്തെത്താൻ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നോക്കാം. ഈ ബേസ്മെൻറ്റിൽ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് കേട്ടോ. ക്രിപ്റ്റ് ചർച്ച്, ടോംബ് ഓഫ് സെയിൻറ്റ് ബ്രദർ ആൻഡ്രേ. ഈ ചർച്ചിൻ്റെ സ്ഥാപകനും വിശുദ്ധനുമായ സെയിൻറ്റ് ബ്രദർ ആൻഡ്രേയുടെ ഒരു ടോംബ് ഇവിടെയുണ്ട്. പിന്നെ ചാപ്പലും കാര്യങ്ങളുമാണ് കേട്ടോ. ഇവിടെ ഒരു വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡോർ തുറന്ന് കയറുകയാണ്. നൊവേന ആൻഡ് ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് ജോസഫ്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ചാപ്പലിൽ അതാണ്ടില്ലേ 10,000 വോട്ടീവ് ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ ഇതേ ചാപ്പലിൻ്റെ ഉള്ളിൽ. നമുക്കത് കാണാം.
ഇതൊരു അതിമനോഹരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, 10,000-ഓളം ക്യാൻഡിൽസ്, മെഴുകുതിരികൾ, കത്തിക്കാത്തതും കത്തിച്ചതുമായിട്ടുള്ളത് ആ ഒരു ചെറിയ റൂമിനുള്ളിലുണ്ട് കേട്ടോ. പല കളറിലുള്ളതും ഒരുപാട് വിശുദ്ധന്മാരുടെ ഫോട്ടോയും പടങ്ങളൊക്കെ വെച്ചിട്ടും മേൽഭാഗത്ത് കുറേ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് വിശുദ്ധന്മാരുടെയും, അതായത് ഒരുപാട് ദൈവികരുടെയൊക്കെ ഫ്രണ്ടിൽ പല ഷേപ്പിൽ, പല ലെറ്റേഴ്സിൽ, പ്രേ ഫോർ അസ്, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇവർ റൈറ്റിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെയിൻറ്റിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് മനോഹരമായ രീതിയിൽ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട്. ഇതിന് ചെറിയൊരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പം നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് മെഴുകുതിരികൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ മേടിച്ച് കത്തിക്കുന്നു. എന്നാൽ അതുപോലെയല്ല ഇവിടെ. എല്ലാത്തിൻ്റെ മേലെ മെഴുകുതിരികളുണ്ടാവും. നമ്മൾ അതിൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ചെയ്ത് കത്തിച്ചാൽ മതി. അത് കത്തി തീർന്നു കഴിയുമ്പം അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് അത് റിപ്ലേസ് ചെയ്യും, അടുത്ത ആൾക്ക് വന്ന് കത്തിക്കാം. അങ്ങനെ ഒരു മനോഹരമായ രീതിയിലാട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഭൗതിക ശരീരം. നമ്മൾ പറഞ്ഞ സെൻറ്റ് ആൻഡ്രേ വൈദികൻ്റെ ഭൗതിക ശരീരം. 1937 മരണമടഞ്ഞ ആ ഒരു വൈദികൻ്റെ ഭൗതിക ശരീരം വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അച്ഛൻ്റെ ഹൃദയം മേലെ ചാപ്പലിലും, അതുപോലെ തന്നെ ഭൗതിക ശരീരം ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ആൾക്കാർ വരുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ആ സെൻറ്റ് ആൻഡ്രേ അച്ഛൻ്റെ ചെറിയൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഈ ഒരു സ്ഥലത്തേക്കാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നതും. അതുപോലെ ഈ മെഴുകുതിരികളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കേട്ടോ ഒരുപാട് മനോഹരമായ രീതിയിൽ മെഴുകുതിരിയുണ്ട്. ഇനി ഒരു അത്ഭുത പ്രവൃത്തിയിലോട്ടാട്ടോ കയറാൻ പോകുന്നത്. എന്നാ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ റിയാലിറ്റി ആയിട്ടുള്ള പാറ കാര്യങ്ങളാട്ടോ. അത് നമ്മുടെ മേത്തേക്കൊക്കെ വരാതിരിക്കാൻ അവർ നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മാതാവിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള പുരാണമായിട്ടുള്ള ഒരു മാതാവിൻ്റെ രൂപമുണ്ട് കേട്ടോ. ഒരു രൂപം വെച്ചിട്ടുണ്ട് അവിടെ. ഈ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ ഈ ഒരു നെറ്റിനൊക്കെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. അത് ഞാൻ എന്താ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. കാരണം അതിലകത്തൊരു റൂമിലാണ് ഇതൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ വലിയൊരു ചരിത്രം ഉണ്ടാവുമല്ലോ. ചരിത്രം ഉണ്ടാവാതെ ഇതേവടെ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. ആ ഒരു മാതാവിൻ്റെ രൂപം കണ്ടോ, ആ കാണുന്നത് ആ ഒരു മാതാവിൻ്റെ രൂപം ഈ ഒരു ചർച്ച് ഇവർ സ്റ്റാർട്ട് ചെയ്യണ സമയത്തുള്ളതാട്ടോ. 1904 ഇവർ ചർച്ച് തുടങ്ങിയ സമയത്തുള്ളതാണ്. അപ്പം അവിടെ എല്ലാ പിക്ചർ സഹിതം അവർ പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, പിക്ചർ കണ്ടില്ലേ. അന്ന് 1904 ഈ ചാപ്പൽ തുടങ്ങിയ സമയത്തുള്ള ആ മാതാവിൻ്റെ രൂപം, അതിൻ്റെ പുറമേയുള്ള ഒരു പാറയാണ് ഇതുപോലെ തന്നെ ഇവർ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് കേട്ടോ, പേപ്പറിൽ നമ്മളെ നാടുകളിൽ വെക്കുന്ന പോലെ. ഇത് പള്ളിയുടെ പഴയൊരു പിക്ചറാണ് കേട്ടോ. 1909 ഈ പള്ളി ഇങ്ങനെയായിരുന്നു. ചെറിയൊരു ചാപ്പലും ഒരു ചെറിയ മാതാവിൻ്റെ രൂപവും. 1918 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാണല്ലേ ചർച്ച് ഇച്ചിരി കൂടെ നല്ല രീതിക്ക് അവരാക്കി. മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ വെച്ചിട്ട് 1931, അത് 20 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം, ഒരു 10-12 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ പള്ളിയുടെ പണി അതുപോലെ തന്നെ തുടർന്ന് 1937 ആയപ്പോഴത്തേക്കും പള്ളിയുടെ പണി പൂർവാധികമായിട്ട് കഴിഞ്ഞു പോയി. ഇതാണല്ലേ 1952 മൊത്തത്തിൽ ഫിനിഷായി. എന്നാൽ ആ മാതാവിൻ്റെ രൂപം അതുപോലെ തന്നെ ഒരു മോശം വരുത്താതെ ആ ഒരു കല്ലിൽ തന്നെ മാതാവിൻ്റെ രൂപം അവിടെ നിർത്തിയിട്ടുണ്ട്. ബാഗിലൊക്കെ മൊത്തം അതേ പാറക്കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സെൻറ്റ് ജോസഫിൻ്റെ രൂപക്കൂടും കൂടി ഇവിടെയുണ്ട്. ഈ മനോഹരമായിട്ടുള്ള രൂപക്കൂട് ബ്ലെസ് ചെയ്യാൻ വന്നിരുന്നത് പോപ്പ് പയസ് X മാർപ്പാപ്പയാണ് വന്നത് നേരിട്ട്. ഇതിൻ്റെ ബ്ലെസ്സിങ് നടത്തിയത് 1909. അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു സെൻറ്റ് ജോസഫിൻ്റെ ഒരു രൂപക്കൂടും കൂടെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വേറെ മനോഹരമായിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരാളുടെ ആവശ്യമില്ല. ഓൾറെഡി $2 ഒരു പുസ്തകത്തിന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മെഷീനിൽ $2 അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ ടാപ്പ് ചെയ്താൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഫോണോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബാങ്കിൽ നമ്മുടെ ക്യാഷ് പൊക്കോളും. ടാപ്പ് ജസ്റ്റ് കാർഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ $2 അവിടെ ചാർജ് ആവും. എന്നിട്ട് ഇവിടെ ഈ സ്ഥലങ്ങളിൽ പുസ്തകങ്ങൾ ഇരിപ്പുണ്ടാവും, പ്രാർത്ഥനാ പുസ്തകങ്ങൾ. അത് മേടിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നിരിക്കുകയെന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെ ഒരുപാട് മെഷീൻസും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുടെ ആവശ്യമില്ല അധികം. ഇതാ കണ്ടില്ലേ, ഇവിടെ $5 എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നിടത്തെല്ലാം ഇതുപോലത്തെ മെഷീനിൽ പൈസ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡൊണേഷൻ കൊടുക്കാനും അതുപോലെ നേർച്ച ഇടാനും അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർഡുള്ളവർക്ക് കാർഡും കൊണ്ടും ഇതുപോലെയുള്ള നേർച്ചകളൊക്കെ ചെയ്യാവുന്നതാണ്. മോൺട്രിയാൽ സിറ്റി, നമ്മളിപ്പോൾ നിൽക്കുന്ന പള്ളിയിൽ നിന്ന് മോൺട്രിയാൽ സിറ്റി നൈറ്റിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നതെന്നും മനോഹരമായിട്ടുള്ള ദൃശ്യം അവർ ആ ഒരു TV കണ്ടില്ലേ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ടാണ് അവർ ആ സിറ്റി കാണാൻ പറ്റുന്നത്.
അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ചർച്ച് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. നമുക്കിനി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ മോൺട്രിയാലിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്, 2 ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടി വന്നതാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ചും കൂടെ കാണാനുണ്ട് കേട്ടോ. അതായത് ആ ചർച്ചിലേക്ക് എൻട്രി ഫീ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 1000-ഓളം രൂപയാണ്. അത് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു പള്ളിയാണെന്നാണ് അത് കണ്ടവരൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ചർച്ചും കൂടെ നമ്മൾ കാണും എന്തായാലും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളിലോട്ട്, ഒരുപാട് ഫുഡ് വിശേഷങ്ങളിലൊക്കെ പോകാനുണ്ട്. ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഓക്കെ.